ജസ്ന സലീം പല പല ഉഡായിപ്പുകൾക്ക് ശേഷം പുതിയൊരു ഉഡായിപ്പുമായിട്ട് ജസ്ന വന്നിട്ടുണ്ട്. രണ്ട് മതങ്ങളെ തമ്മിൽ എങ്ങനെയൊക്കെ തമ്മിൽ തല്ലിക്കാം എന്നുള്ളൊരു പഠനത്തിലായിരുന്നു എന്ന് തോന്നുന്നു ജസ്ന സലീം. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഒരു വീട് വെച്ചു. കണ്ണൻ്റെ 750 ചിത്രങ്ങൾ വിറ്റ് കിട്ടിയ പണത്തിലാണ് ഞാൻ ഈ വീടുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അതിൽ 16 ലക്ഷം രൂപ കിട്ടി. ആ ഒരു 16 ലക്ഷം രൂപ കൊണ്ട് ഞാൻ വീടുണ്ടാക്കി. ആ സമയത്ത് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് ജസ്ന സലീം പറയുന്നത്. ജസ്ന സലീമിന് മതം ഇഷ്ടമല്ല എങ്കിൽ ആ മതത്തിൽ നിന്ന് പുറകോട്ട് പോവാം, ആ മതം വേണ്ട എന്ന് വെക്കുക. അതിന് പകരം പബ്ലിക്കായി വന്നിട്ട് ഞാനിതാ തട്ടം ഉപേക്ഷിക്കുകയാണ്, ഞാനിതാ മതം ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഒരു കരിവാരി തേക്കുന്നത് പോലെ. കാരണം ഞാൻ ഈ മതത്തിൽ നിന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ളൊരു രീതി അങ്ങ് എറിഞ്ഞു കൊടുക്കുക. കൂടാതെ ഹിന്ദു സമുദായത്തിൽ സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടുന്ന് തട്ടവും ഉപേക്ഷിച്ച് എൻ്റെ മതവും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്നെ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പള്ളിയിൽ പോലും കടത്താൻ പറ്റില്ല, എൻ്റെ വീട്ടുകാർക്ക് പറ്റില്ല, എന്നാലും ഞാൻ മതം മാറും എന്നുള്ളൊരു രീതിയിലൊക്കെ ഹിന്ദു മതത്തിലുള്ളവർക്ക് എവിടെയോ ഒരു ഇത് എറിഞ്ഞു കൊടുക്കുക. എന്നാലല്ലേ ഹിന്ദു മതക്കാർ ഒന്നും കൂടി ചേർത്ത് പിടിക്കുള്ളൂ. എന്താണ് ഈ ഹിന്ദു മതക്കാർക്ക് പറ്റിയത് എന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ണൻ്റെ ചിത്രം വരക്കുന്ന ഒരു മുസ്ലിം കുട്ടി എന്നുള്ള രീതിയിൽ ഈ ജസ്ന സഹതാപം പിടിച്ചു പറ്റുക എന്നുള്ളത് പലർക്കും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ജസ്ന ഇപ്പോൾ വിചാരിക്കുന്നത് ഞാൻ ഇനി തട്ടവും ഉപേക്ഷിച്ച് ഈ മുസ്ലിം മതവും ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ഹിന്ദു സമുദായത്തിലുള്ളവർക്ക് സന്തോഷം കൂടും എന്ന് വിചാരിക്കും. ഏതായാലും ജസ്ന ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഇതിനു മുമ്പുള്ളൊരു ലൈവിൽ ജസ്ന പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ തട്ടവും അങ്ങ് ഉപേക്ഷിച്ച് ഇതാ ഞാനൊരു പൊട്ടും എടുത്ത് തൊട്ടിട്ട് ഞാനൊരു ഹിന്ദു മതത്തിലേക്ക് വരുമെന്ന്. ശരിക്കു പറഞ്ഞാൽ കണ്ണനോടുള്ള പ്രേമം കൊണ്ടോ അല്ല എങ്കിൽ മുസ്ലിം മതത്തോടുള്ള വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല ജസ്നയെ ഹിന്ദു മതത്തിലോട്ട് വരുന്നത്. അരുണേട്ടൻ ഹിന്ദു ആണല്ലോ, അരുണേട്ടൻ 360 ദിവസവും ജസ്നയുടെ കൂടെ ഉണ്ട്. അപ്പോൾ അരുണേട്ടൻ്റെ കൂടെ ഒരു ഹിന്ദുവായി ജീവിക്കാൻ വേണ്ടി ആയിരിക്കാം, അത് ആങ്ങളെയോ ആരോ എന്തോ അതിനായിരിക്കാം ജസ്ന ചിലപ്പോൾ ഈ മുസ്ലിം മതത്തെ തള്ളിപ്പറയുന്നത്. ഒരു വചനമുണ്ടല്ലോ, നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനം പാടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതം സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കണ്ട. അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെ ഞാനിതാ മതം ഇങ്ങനെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് സമൂഹ മാധ്യമത്തിൽ വന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ ഇടയിൽ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ജസ്ന ശ്രമിക്കുന്നത്. ഏതായാലും ഇതൊന്നും ജസ്ന വരച്ചു വിറ്റിട്ട് നേടിയൊരു വീടല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 750 ചിത്രങ്ങളൊന്നും ജസ്ന വരച്ചു വിറ്റിട്ടുണ്ടാവുമോ, അതൊരു സംശയം തന്നെയാണ്. പിന്നെ പല യൂട്യൂബേഴ്സും പല ആൾക്കാരുകളും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ജസ്നയെ ലൈവായി വന്നിട്ട് ഈ കൃഷ്ണൻ്റെ പടം ഒന്ന് വരക്കാൻ വേണ്ടി. ഇതുവരെ ഇത്രയും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടയെ പോലെ പ്രതികരിക്കുന്ന ജസ്നക്ക് ആ ഒരു വെല്ലുവിളി സ്വീകരിക്കുന്നതിന് എന്താ കുഴപ്പം? അതിനേക്കാൾ കൂടുതൽ ഈ തട്ട ഉപേക്ഷിക്കാനും മുസ്ലിം മതത്തെ കുറ്റം പറയാനും അല്ലേ മുസ്ലിം മതക്കാർ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഉസ്താദ് പറയുന്നത് പോലെ മമ്മൂട്ടിയെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഹിന്ദു കഥാപാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടി ഒരു ഹിന്ദു അല്ല എന്ന് പോലും പറയില്ല. എത്ര ഹിന്ദു കഥാപാത്രങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി. ആരെങ്കിലും കുറ്റം പറഞ്ഞു? അതുപോലെ എത്ര ആൾക്കാർ. ജസ്നക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊരിത്? കാരണം ജസ്നയുടെ പോക്ക്, ജസ്നയുടെ സംസാരം, ജസ്ന എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു കളി കളിക്കുന്നത് എന്നുള്ളത് പലർക്കും മനസ്സിലായത് കൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ജസ്നയെ എതിർക്കുന്നത്. അത് ഹിന്ദു മതത്തിലുള്ളവരിൽ പലരും ജസ്നയെ എതിർക്കുന്നുണ്ട്. ചിലവർ അത് എങ്ങനെയാണ് ജസ്നയെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ ഹിന്ദു മതത്തിലുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ മുസ്ലിം മതത്തിലുള്ളവരും ജസ്ന ഒരു കൃഷ്ണൻ്റെ പടം വരച്ചു എന്ന് പറഞ്ഞ് ജസ്നയെ മുസ്ലിം മതത്തിലുള്ളവരാരും കുറ്റപ്പെടുത്തുകയോ അല്ല മാറ്റി നിർത്തുകയോ ഭ്രഷ്ട് കൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ എത്ര ആൾക്കാർ മുസ്ലിം മതത്തിലുള്ള എത്ര ആൾക്കാർ ഇതുപോലെ ഓരോരോ ചിത്രങ്ങളും വരക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജസ്ന ആദ്യം തന്നെ ഗുരുവായൂർ അമ്പല നടയിൽ പോയി എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചു. കേക്ക് മുറിക്കുക, എല്ലാ ബർത്ത്ഡേക്കും ഗുരുവായൂർ പോയിട്ട് എൻ്റെ കണ്ണനെ കാണാൻ എന്ന് പറയുക. ജസ്ന ആര്? കണ്ണൻ്റെ രാധയോ? എന്താണ് ഹിന്ദു മതത്തിലുള്ള എത്ര പ്രായമുള്ള ആൾക്കാർ ഒരു മകനെ പോലെ കൃഷ്ണനെ അത്രത്തോളം ആരാധിച്ചും സ്നേഹിച്ചും നിൽക്കുന്ന ഹിന്ദു മതത്തിൽ തന്നെയുള്ളവർ, എത്ര വയസ്സായവർ പോലും ഇതുപോലെ ബർത്ത്ഡേക്ക് പോയി എൻ്റെ കണ്ണ എന്ന് പറഞ്ഞ് അവിടെ പോയി അലറി വിളിക്കുക, അവിടെ പോയി കണ്ണന് മധുരം കൊടുക്കുക, ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ജസ്റ്റിനെ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ
സഹതാപം പിടിച്ചു പറ്റാനും പിന്നെ വൈറലാവാനും വേണ്ടിയാന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ എവിടുന്നോ കിട്ടിയ ഒരു സ്കെച്ച് ഇട്ടിട്ടുള്ള ഈ ഒരു ചിത്രം അല്ലാതെ ജസ്നയുടെ കഴിവ് കൊണ്ട് വരച്ചതാണ് എന്ന് തെളിയിക്കാൻ എത്ര ആൾക്കാർ വെല്ലുവിളിച്ചിട്ടും ജസ്ന അതിന് തയ്യാറായിട്ടുണ്ടായില്ല. അപ്പോൾ രണ്ട് സൈഡിലും ഓരോരോ തീ എറിഞ്ഞങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ നിന്ന് കത്തുമ്പോൾ എനിക്ക് അരുണേട്ടനുമായി നല്ല ലൈവൊക്കെ ചെയ്ത് പുതിയ വീട്ടിൽ സുഖമായിട്ട് താമസിക്കുക എന്നൊരു തെറ്റിദ്ധാരണയോട് കൂടിയാണോ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തട്ടവും ഉപേക്ഷിച്ച് മുസ്ലിം മതവും ഉപേക്ഷിക്കാൻ പോവുക ഞാനെന്ന് പറഞ്ഞത്? അല്ല വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ജസ്നയുടെ ഏറ്റവും വലിയ ബുദ്ധിമതിയായ ജസ്നയാണല്ലോ, ജസ്നയുടെ തലയ്ക്കകത്ത് കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഓടിക്കളിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ആദ്യം മുതൽക്ക് തന്നെ ജസ്ന ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ്റെ ചിത്രം വരക്കുന്നു, അത് സാധാരണ രീതിയിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ ആക്റ്റീവായ ഒരു പെണ്ണാണ് ജസ്ന. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ പടങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കാം, അല്ല എങ്കിൽ കടകളിൽ കൊണ്ടു കൊടുക്കാം. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ വെക്കുന്ന ചന്തകളിലൊക്കെ വേണമെങ്കിൽ ഇതുപോലുള്ള വിൽപ്പനയ്ക്ക് കൃഷ്ണൻ്റെ പടം എന്ന് പറഞ്ഞു വെക്കാം. അതൊന്നും പോരാതെ ജസ്നയുടെ വിൽപ്പന എങ്ങനെയായിരുന്നു? ബുദ്ധിമതിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ അതോടുകൂടി രണ്ട് മതങ്ങളെ കൂട്ടിത്തല്ലിക്കുക എന്നും അതുവഴി എനിക്ക് ഇനിയും നേട്ടങ്ങൾ കൊയ്യുക എന്നും ചിന്തിക്കുന്നത് വളരെ വളരെ മോശമാണ്. കാരണം ഇതൊക്കെയും പോകുന്ന ഒരു ദിവസമുണ്ട് അല്ലേ? എത്രത്തോളം മനുഷ്യരെ മണ്ടരാക്കാൻ പറ്റും, എത്രത്തോളം ദൈവത്തെ മണ്ടനാക്കാനുള്ളൊരു ശ്രമം എത്രത്തോളം പറ്റും, അതൊക്കെ നിൽക്കുന്നൊരു ദിവസമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹിന്ദു മതത്തിലുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ല എങ്കിലും ബിസിനസ് വളർത്താനാണെങ്കിൽ കൂടെ ജനിച്ച് വളർന്ന ഒരു മതത്തെയാണ് തള്ളി പറയാൻ പോകുന്നത്. ഇത്രയും കാലം ജീവിച്ചു. ജസ്ന മാത്രമല്ലല്ലോ, ജസ്നക്ക് 2 മക്കളില്ലേ, അവരും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരല്ലേ. അപ്പോൾ എന്നെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പിൽ എന്നെ പിന്നെ എൻ്റെ ബോഡി വെച്ചോ എന്ന് പോലും ഇപ്പോൾ വന്ന് പറയുന്നൊരു ജസ്ന ചെയ്യുന്നത് എത്രത്തോളം മോശമായ കാര്യങ്ങളാണ്, എത്രത്തോളം മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നൊന്നും ചിന്തിക്കാൻ ജസ്നക്ക് പറ്റുന്നില്ലേ. അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു വിചാരമുണ്ട്, ഞാൻ എന്തോ വളരെ ചെറിയൊരു കുട്ടിയാണെന്നുള്ളത്. കാരണം അങ്ങനെ അവർ ചിന്തിച്ചോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കുന്നെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല. പല യൂട്യൂബേഴ്സിനെയും ഇവർ തള്ള, കിളവി അങ്ങനെ ഒരുപാട് മോശമായ ഭാഷകൾ ഇവർ പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, കൃഷ്ണൻ്റെ പടം വരച്ച് പ്രശസ്തിയായ മുസ്ലിം കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റണം, കൃഷ്ണൻ്റെ പടം വരച്ച് പ്രശസ്തിയായ ഒരു കുട്ടി എന്ന് മാത്രം പറയണമെന്ന്. കാരണം അവിടെ പോലും മുസ്ലിം പെൺകുട്ടി എന്നുള്ളൊരു പേര് വേണ്ട എന്ന് പോലും പറയുന്നുണ്ട്. എൻ്റെ ഇക്ക എന്നോട് പറഞ്ഞു, ജസി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മളെ വെക്കുക, നമുക്ക് നമ്മുടെ പറമ്പിൻ്റെ ബാക്കിൽ വെക്കുക എന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? ഇങ്ങനെ ഒരു സലീം എന്ന് പറയുന്നൊരു ഭർത്താവ് ഈ ജസ്നക്ക് ഉണ്ടോ? ആരും ഇതുവരെ കണ്ടതായിട്ട് പറയുന്നില്ല. എന്നാൽ ഈ അരുണേട്ടൻ എന്ന് പറയുന്ന ഒരാൾ എല്ലാവരെയും ചീത്ത വിളിക്കാനും എൻ്റെ ജസ്നയെ തൊട്ടാൽ ഞാൻ ശരിയാക്കും എന്നുള്ള രീതിയിൽ എല്ലാവരെയും ചീത്ത വിളിക്കാനും ഒക്കെ ഈ അരുണേട്ടനുണ്ട്. പക്ഷേ ഈ ഭർത്താവ് എന്ന് പറയുന്നൊരു കഥാപാത്രം ഇത്രയും ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് ഈ വീട് എന്നൊക്കെ പറയുമ്പോൾ ഈ വീടിലെ പാല് കാച്ചലിന് പോലും ആ ഒരു ഭർത്താവ് വന്നിട്ടില്ല. പിന്നെ 150 ചിത്രം വരച്ച് ഉണ്ടാക്കിയ വീടാണ്, ഈ കണ്ണനെ വിറ്റിട്ടുള്ള ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭർത്താവ് എന്നാൽ പിന്നെ എന്തിനാണ് ഗൾഫിൽ പോയി കിടക്കുന്നതല്ലേ? ഈ ഭർത്താവിൻ്റെ സൈഡിൽ നിന്ന് ഒരു പണവും കിട്ടാതെ, ഈ ഭർത്താവ് നാട്ടിൽ വരാതെ, ഇവളുടെ ഒരു കാര്യത്തിലും ഇല്ലാതെ അങ്ങനെ ഒരാളുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ഏതായാലും മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഒരു കാര്യം, ഈ ഒരു ദുരന്തം ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സന്തോഷം മുസ്ലിം സമുദായർക്ക് ഉണ്ടാവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിന്ന് മുസ്ലിം സമുദായത്തിനെ പറയിപ്പിക്കുന്ന ഒരു പെണ്ണ്, ആ കൂട്ടത്തിൽ ജസ്ന സലീം എന്നുള്ളൊരു പേര് കൂടി മാറ്റുന്നതല്ലേ നല്ലത്. ഏതായാലും ഒന്നും വേണ്ട, എൻ്റെ ശരീരം പള്ളിയിൽ കിടക്കണ്ട, എനിക്ക് തട്ടം വേണ്ട. പിന്നെ പറയുന്നുണ്ട്, തട്ടം ഇട്ടാലല്ലേ ഒരു മുസ്ലിം ആവൂ, തട്ടമിട്ടാൽ മാത്രം ഒരു മുസ്ലിം ആവുമോ? ഞങ്ങൾ സൗദി അറേബ്യയിൽ വർഷങ്ങളായിട്ട് തട്ടമിട്ടിട്ടാണ് നടക്കുന്നത്, അപ്പം ഞാനൊരു മുസ്ലിം അല്ലല്ലോ. അതുപോലെ തട്ടമിട്ടാൽ മാത്രമാണോ മുസ്ലിം ആവുന്നത്? അതോ പടച്ചവനെ നന്നായി ഭയപ്പെട്ട് അല്ല എങ്കിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ലേ മുസ്ലിം? അല്ലാതെ ഇതുപോലെ എൻ്റെ കണ്ണ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ല എൻ്റെ ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെയുള്ള കളിക്കുന്നതാണോ ശരി? ഏതായാലും ജസ്ന സലീം എന്നുള്ള പേര് മാറ്റി കണ്ണൻ്റെ രാധയായ രാധ എന്ന് പറയുന്നൊരു പേര് സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയൊരു ഭാഗ്യം പിന്നെ കൃഷ്ണൻ്റെ പടം വരച്ച് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കിയ ജസ്ന സലീമിനിരിക്കട്ടെ കണ്ണൻ്റെ രാധയിലെ രാധ എന്ന പേര്.
ഇതൊക്കെ പറയുമ്പോൾ ജസ്ന സലീം മുസ്ലിം മതം വിടുന്നതിൽ പ്രശ്നമാണോ, അല്ല ഹിന്ദു മതം സ്വീകരിക്കുന്നതിൽ പ്രശ്നമാണോ, തട്ടം ഇടുന്നത് പ്രശ്നമാണോ, ഇടാത്തത് പ്രശ്നമാണോ? ഇതൊന്നും ഒരു പ്രശ്നമല്ല. ജസ്നക്ക് ഹിന്ദു മതം വേണോ, സ്വീകരിക്കട്ടെ. മുസ്ലിം മതം വിടണോ, വിടട്ടെ. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പൊട്ടു തൊടുന്നോ അല്ല തട്ടമിടാത്തതും ഇടുന്നതും ഒക്കെ അവരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കണ്ണൻ്റെ ചിത്രം വരക്കുന്നതും വരക്കാത്തതും അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അവർ വന്ന് കളിക്കുന്ന നാടകങ്ങൾ ഒരു മതത്തിനെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് മറ്റേ മതത്തിനെ സന്തോഷിപ്പിക്കുകയോ അല്ല സഹതാപം പിടിച്ചു പറ്റാനോ ഒരു കൂട്ടം ആൾക്കാർ ഹിന്ദു മതത്തിലും ഉണ്ടാവും. ഇതിൻ്റെ ബാക്കിൽ നിന്ന് കളിക്കുന്നതോ എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ നാടകങ്ങളുണ്ട്. അല്ലാതെ ഒരു പെണ്ണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇത്രയും ധൈര്യമായിട്ട്, മതത്തിൻ്റെ കാര്യമാണെന്ന് ഓർക്കണം, ഇത്രയും ധൈര്യമായിട്ട് ഒരു കൂസലില്ലാതെ പിടിച്ചു നിന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇൻ്റർവ്യൂവിലും ലൈവിലും എല്ലാം ഇങ്ങനെ പറയണമെങ്കിൽ ഇവൾക്ക് ഇതുപോലെ പിടിച്ചു നിൽക്കാൻ ആരോ കൂടെയുണ്ട്. അല്ലാതെയൊന്നും ഒരു സ്ത്രീക്ക് ഇത്രത്തോളം ഒരു മതത്തിൻ്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ജസ്ന സലീം ഈ കൃഷ്ണൻ്റെ പടം വിറ്റിട്ടാണ് ഈ വീടെടുത്ത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം. ഒരുപാട് നാടകങ്ങൾക്ക് പുറകിലുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് വരാതിരിക്കാനുള്ളൊരു സാധ്യതയില്ല. എല്ലാം അങ്ങനെ വന്നിട്ടുള്ളതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാത്തിരുന്ന് കാണാം.